പിതാവ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. പ്രാർത്ഥനയുടെ കൂടെ അന്ന് 33 കൂട്ടം നമസ്കാരം ചൊല്ലുമായിരുന്നു. കാരണം വൈദികർ നന്നായെങ്കിലേ ജനം നന്നാവുകയുള്ളൂ. പാലായിൽ 25 വർഷം തുടർച്ചയായിട്ട് കൺവെൻഷനെ ഞാൻ പ്രസംഗിച്ചു. തിരിച്ചു വന്നപ്പോഴത്തേനും വിചാരിച്ചതിൻ്റെ മുമ്പിലോട്ട് എന്നും വീണു. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പം പറഞ്ഞത്, ഹിയർ ബൈ യു ആർ അപ്പോയിൻറ്റഡ് സെക്രട്ടറി ടു ദി ആർച്ച് ബിഷപ്പ്. നല്ല ഓർമ്മകൾ ചെറുപ്പകാലം മുതലേ വളരെ നന്നായിട്ട് സ്വാധീനിച്ച ഓർമ്മകളാണുള്ളത്. അതായത് ഒന്ന്, നല്ല മാതാപിതാക്കന്മാർ, അവരിൽ ജനിക്കാൻ മൂത്തപുത്രനായിട്ട് ജനിക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഇപ്പം ചെറുപ്പത്തിൽ അവർ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോകുകയും ഒരുങ്ങി പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുമായിരുന്നു. പിന്നെ എനിക്കും നടക്കാറായപ്പോൾ ഞാനും അവരോട് തന്നെയും കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പൂർണ്ണമായും സംബന്ധിക്കാൻ വെച്ച് അങ്ങനെ ആ പള്ളിയോടടുത്ത് ആ കുർബാനയിൽ കേന്ദ്രീകൃതമായിട്ട് ജീവിക്കാൻ അങ്ങനെ ഒരു വളർച്ചയ്ക്ക് അത് വളരെയധികം സഹായിച്ചു. അന്ന് ESLC ആണ്, ഇംഗ്ലീഷ് സ്കൂൾ ലീവിങ് സർട്ടിഫിക്കറ്റ്. മാന്നാനത്ത് സെൻ്റ് എഫ്രൈംസ് ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടുന്ന് പാസ്സായപ്പോൾ വികാരിയച്ഛൻ പറഞ്ഞു, ചങ്ങനാശ്ശേരിയിൽ പെറ്റി സെമിനാരിയിൽ അഡ്മിഷൻ വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അപേക്ഷ കൊടുത്തു. അന്ന് കാവുകാട്ട് പിതാവിൻ്റെ കാലത്താണ്. കാവുകാട്ട് പിതാവിനെ കണ്ടു, പിതാവിനെ സന്ദർശിച്ച് പിതാവ് സെമിനാരിയിൽ അഡ്മിഷൻ നൽകി. അന്നത്തെ ക്ലാസ്സുകളെല്ലാം മേജർ സെമിനാരിയിൽ ക്ലാസ്സുകളെല്ലാം ലത്തീനിലാണ്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ അതെല്ലാം പഠിച്ചു. അവിടുന്ന് പാസ്സായി മംഗലപ്പുഴ സെമിനാരിയിൽ ചേർന്നു. മംഗലപ്പുഴ സെമിനാരിയിൽ 1953 ചേർന്നത്. ഇപ്പം 7 വർഷം അവിടെ പഠിച്ചു. 1960 ആണ് ഓർഡിനേഷൻ. ഓർഡിനേഷന് മുൻപായിട്ട് എനിക്ക് 6ാം വട്ടം സ്വീകരിക്കുന്നതിന് സന്ദർഭമായപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം അപേക്ഷ കൊടുത്തു. പക്ഷേ ഞാൻ കൊടുത്തില്ല. അപ്പം കാവുകാട്ട് പിതാവ് സെക്രട്ടറിയെ വിട്ടു. എന്താ കാരണം? അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് അത് സ്വീകരിക്കാനുള്ള യോഗ്യതയുണ്ടോ എന്നൊരു സംശയം. അപ്പം പിതാവ് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞു. പിതാവ് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞ് 6ാം വട്ടം സ്വീകരിച്ചപ്പോൾ പിതാവ് തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. അപ്പോൾ എനിക്ക് വന്നത് പരിശുദ്ധാരൂപിയുടെ ഒരു ആവാസമാണ്. അപ്പോൾ അതിന് ശേഷം എനിക്ക് പിന്നെ സംശയമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ശാന്തമായിട്ട് ഒരുങ്ങി കുർബാനപ്പട്ടം സ്വീകരിച്ചു 1960. അങ്ങനെ 1960 ആദ്യ കുർബാന ചൊല്ലി. അതിനുശേഷം ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ അപ്പോയിൻമെൻറ്റ് അതിരമ്പുഴ ഫൊറോന പള്ളിയിൽ അസിസ്റ്റൻ്റായിട്ടായിരുന്നു. അപ്പോൾ അസിസ്റ്റൻ്റായിട്ട് കിട്ടിയപ്പോൾ ഞാൻ അവിടെ ഈ സംഘടനകളുടെ എല്ലാം ചാർജ്, പിന്നെ മതാധ്യാപകരുടെ സ്കൂളുകളുടെ ചാർജും ഒക്കെ എനിക്കായിരുന്നു. ഒരു 14 സ്കൂളുകളുണ്ടായിരുന്നു അതിരമ്പുഴ. അപ്പോൾ ആ സ്കൂളുകളിലെല്ലാം ഞാൻ സൈക്കിളിൽ പോകുമായിരുന്നു. അപ്പം അന്നത്തെ കാലത്ത് അതേ ഉള്ളൂ, സൈക്കിളാണ്. അപ്പം വിചാരിച്ചതിനോട് പറഞ്ഞു, വീണേക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു പ്രാവശ്യം ഞാൻ സ്കൂളെല്ലാം സന്ദർശിച്ച് തിരിച്ചു വന്നപ്പോഴത്തേനും വിചാരിച്ചതിൻ്റെ മുമ്പിലോട്ട് എന്നും വീണു.
അപ്പം വിചാരിച്ചു ഞാൻ പറഞ്ഞില്ലേ സൂക്ഷിച്ചോളണം. പിന്നെ അത് നല്ലൊരു അനുഭവമായിരുന്നു. അതിരമ്പുഴ എല്ലാ വീടുകളും തന്നെ ഞാൻ സന്ദർശിച്ചു. പിന്നെ അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് ഈ യുവാക്കളുടെ സംഘടനയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെയുള്ള യുവാക്കന്മാരെ എല്ലാ ആഴ്ചയിലും ശനിയാഴ്ച തോറും സംഘടിപ്പിച്ചു വരാൻ പറഞ്ഞു. അന്ന് എനിക്കറിയാവുന്ന ബൈബിള് സെമിനാരി പഠിച്ചത് വെച്ചുകൊണ്ട് അന്ന് അവരെ വചനം പങ്കുവയ്ക്കുമായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് പറയാൻ തുടങ്ങി, അച്ഛാ നമുക്കത് ചെയ്യണ്ടേ, നമുക്കിത് ചെയ്യണ്ടേ. അങ്ങനെ ഞാൻ അവരെ കൊണ്ട് ചെയ്യിക്കേണ്ട കാര്യങ്ങൾ, അവരോട് പറയേണ്ട കാര്യങ്ങൾ അവരെന്നോട് പറയുകയുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവത്തിൻ്റെ വചനം അതിന് ശക്തിയുണ്ട്. മനുഷ്യനിൽ മാറ്റം വരുത്താനായിട്ട്, നല്ല രീതിയിൽ വളരാനായിട്ട്, നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ടൊക്കെയുള്ള ഒരു പ്രേരണ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വചനം പഠിക്കുവാനായിട്ട്, വചനം കൂടുതലായിട്ട് പഠിക്കണമെന്നൊരാഗ്രഹം ആ കാലഘട്ടത്തിലുണ്ടായി. വർഷം ഞാൻ അതിരമ്പുഴയായിരുന്നു അസിസ്റ്റൻ്റായിട്ട്. അത് കഴിഞ്ഞപ്പം കാവുകാട്ട് പിതാവിൻ്റെ അടുത്ത് ചെന്നപ്പം ഞാനന്ന് ക്ലാസ് എടുക്കാനായിട്ട് ചങ്ങനാശ്ശേരിക്ക് പോകുമായിരുന്നു. ഇവിടെ ഈ അധ്യയന മണ്ഡലം എന്നും പറഞ്ഞ ഒരു പ്രസ്ഥാനം ചങ്ങനാശ്ശേരിയിലുണ്ടായിരുന്നു. അപ്പോൾ അവർ ക്ലാസ് എടുക്കാൻ ഒരു ദിവസം ക്ലാസ്സെല്ലാം കഴിഞ്ഞ് പിതാവിനെ കാണാൻ ചെന്നപ്പം പറഞ്ഞു ഇനിയൊന്ന് മാറണ്ടേ. അപ്പം 3 വർഷമായി. സാധാരണ 1 വർഷമോ 2 വർഷമൊക്കെ ഒരു അസിസ്റ്റൻ്റായിട്ട് ഇരുത്തുള്ളൂ. 3 വർഷമായില്ല, ഇനി ഒന്ന് മാറണ്ടേ. ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പം എന്നാലവിടെ വെയിറ്റ് ഞാൻ അപ്പോയിൻമെൻറ്റ് തരാം എന്നും പറഞ്ഞ് ഞാനവിടെ വെയിറ്റ് ചെയ്തു. അപ്പം വെയിറ്റ് ചെയ്തപ്പോൾ അപ്പോൾ എന്നോട് ചോദിച്ചു എങ്ങോട്ടാണ് മാറ്റേണ്ടത്. ഈ തെക്കൻ മിഷനിൽ കുന്നുമലയൊക്കെ കയറണം, അങ്ങോട്ടായാലോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അങ്ങോട്ടായിക്കോട്ടെ, ചെറുപ്പത്തിലല്ലേ കുന്നുമലയൊക്കെ കയറാൻ പറ്റുള്ളൂ, എന്നാൽ അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോയിൻമെൻറ്റ് ഓർഡർ എഴുതി സെക്രട്ടറി അച്ഛൻ്റെ കൊടുത്തു വിട്ടു. അപ്പോൾ ഞാൻ തുറന്നു നോക്കിയപ്പം പറഞ്ഞത് ഹിയർ ബൈ യു ആർ അപ്പോയിൻറ്റഡ് സെക്രട്ടറി ടു ദി ആർച്ച് ബിഷപ്പ്. അപ്പോൾ എന്നെ പിതാവ് പരീക്ഷിക്കുകയായിരുന്നു. അങ്ങനെ പിതാവിൻ്റെ സെക്രട്ടറി ആയിട്ട്, പേഴ്സണൽ സെക്രട്ടറി ആയിട്ട് 6 വർഷത്തോളം അവിടെ സെർവ് ചെയ്തു. അങ്ങനെ കഴിഞ്ഞ് ഇങ്ങനെ പിതാവിനിങ്ങനെ പോസ്റ്റ് ഞാൻ തുറന്നു കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരെഴുത്ത് തുറന്നു കൊടുത്തപ്പം പിതാവ് പറഞ്ഞു ഞാനൊരു അഡ്മിഷൻ റോമിൽ പഠിക്കാനായിട്ട് ചോദിച്ചിരുന്നു, അതിന് മറുപടി കിട്ടിയിട്ടുണ്ട്. അച്ഛനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, അതുകൊണ്ട് അച്ഛൻ പൊയ്ക്കോ പഠിക്കാനായിട്ട്. ഞാൻ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞു അച്ഛൻ ഇഷ്ടമുള്ളത് പഠിച്ചോളാൻ പറഞ്ഞു. എനിക്ക് ബൈബിള് പഠിക്കാനാണ് താല്പര്യം എന്ന് പറഞ്ഞു. പക്ഷേ ആ ബൈബിള് അന്നേരം പിതാവ് പറഞ്ഞു ബൈബിള് പഠിക്കുകയാണെങ്കിൽ ഉടനെ ഡോക്ടറേറ്റ് ഒന്നും എടുക്കാൻ പറ്റുകയില്ല, ലൈസൻഷ്യേറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് പരിശീലനം നടത്തി പിന്നെ ചെന്ന് ഡോക്ടറേറ്റ് എടുക്കേണ്ടി വരും. അത് സാരമില്ല, എന്നാലും എനിക്ക് വചനം പഠിക്കണമെന്നൊരു താല്പര്യം ആണ്, അങ്ങനെയാണെങ്കിൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അത് 2ാം വത്തിക്കാൻ കൗൺസിൽ റോമിൽ നടക്കുന്ന ആ കാലഘട്ടത്തിലാണ്. 1962 കൗൺസിൽ ആരംഭിച്ചു. ഞാൻ പോകുന്നത് 1963 പോയി ബൈബിള് പഠിച്ചു. അങ്ങനെ ബൈബിൾ പഠിക്കാനായിട്ട് ആ കാലഘട്ടത്തിൽ റോമിലേക്ക് പോയി. അപ്പം പിതാവ് പറഞ്ഞായിരുന്നു കുറച്ച് മ്യൂസിക് കൂടെ പഠിച്ചോളാൻ പറഞ്ഞു. സെമിനാരിയിലായിരുന്നപ്പം അവിടുത്തെ ഇലക്ട്രിക് ഓർഗൻ വായിക്കാനൊക്കെ അവസരം കിട്ടി.
അങ്ങനെ ഞാൻ പള്ളിയിലെ കർമ്മങ്ങൾക്ക് ഇതെല്ലാം വായിക്കുമായിരുന്നു. അപ്പം മ്യൂസിക് കൂടെ പഠിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യത്തെ വർഷം ബൈബിളും മ്യൂസിക്കും കൂടെ പഠിക്കാൻ തുടങ്ങി. പക്ഷേ ഒരു വർഷം കൊണ്ട് മനസ്സിലായി രണ്ടും കൂടെ ഒന്നിച്ച് പോവുകയില്ല. അതുകൊണ്ട് പിന്നെ മ്യൂസിക് പഠനം വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ബൈബിൾ പഠിച്ചു. ഡോക്ടറേറ്റ് 1970 ഡോക്ടറേറ്റ് എടുത്തു. തിരിച്ചു വന്ന വർഷം തന്നെ സെമിനാരിയിൽ എന്നെ അപ്പോയിൻമെൻറ്റ് ചെയ്തു. മടവാതൂർ സെമിനാരിയിൽ അവിടെ ഡീൻ ഓഫ് സ്റ്റഡീസായിട്ടാണ് അപ്പോയിൻ്റ് ചെയ്തത്. അതായത് അവിടുത്തെ പഠന കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുക എന്നുള്ള ആ ഒരു ഉത്തരവാദിത്വമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ അന്ന് മുതൽ സെമിനാരിയുടെ പഠന കാര്യങ്ങളെല്ലാം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിച്ചു. 1973 അവിടുത്തെ അഫിലിയേഷൻ, അതായത് റോമിലെ പൊന്റിഫിക്കൽ ഓറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് അഫിലിയേറ്റ് ചെയ്ത് ഡിഗ്രി കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനെ തുടർന്ന് അത് വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. അവസാനം 1982 ആയപ്പോൾ അത് ഫാക്കൽറ്റിയായി. അതായത് ഇവിടുന്ന് തന്നെ ഡിഗ്രി കൊടുക്കത്തക്ക ഒരു ഓട്ടോണമസ് ഫാക്കൽറ്റി ആയിട്ട് ഇതിനെ വളർത്തിയെടുത്തു. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായിട്ട് എന്നെ അപ്പോയിൻ്റ് ചെയ്തു. 13 വർഷം ഞാൻ പ്രസിഡൻ്റായിട്ട്, ഫാക്കൽറ്റിയുടെ പ്രസിഡൻ്റായിട്ട്, ആദ്യത്തെ പ്രസിഡൻ്റാണ് ഫാക്കൽറ്റിയുടെ, വർക്ക് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് 1995 അവിടുന്ന് പിന്നെ റിട്ടയർ ചെയ്യുന്നത്. ആ കാലഘട്ടത്തിൽ ഞാൻ പൂനായിൽ അത്തേനയും ഈശോ സഭക്കാർ നടത്തുന്ന ഒരു ഫാക്കൽറ്റി ഉണ്ട്. അവിടെ പഠിപ്പിക്കാനായിട്ട് ഞാൻ ക്ഷണിക്കപ്പെട്ടു. ഞാൻ 25 വർഷം അവിടെയും പഠിപ്പിച്ചു. വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് പഠിപ്പിച്ചു. ഈ കാലഘട്ടത്തിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 1997 ആലഞ്ചേരി പിതാവ്, അതായത് ആലഞ്ചേരി പിതാവ് ആയിരുന്നു ചങ്ങനാശ്ശേരിയിലെ വികാരി ജനറൽ. അപ്പോൾ അദ്ദേഹത്തെ ബിഷപ്പായിട്ട്, തക്കല രൂപതയുടെ ബിഷപ്പായിട്ട് അപ്പോയിൻ്റ് ചെയ്തപ്പോൾ ആ സ്ഥാനത്ത് എന്നെ വികാരി ജനറലായിട്ട് അഭിവന്യ പൗവത്തിൽ പിതാവ് നിയമിച്ചു. അപ്പം ഞാൻ ചങ്ങനാശ്ശേരിയിൽ വികാരി ജനറലായിട്ട്, പ്രധാനപ്പെട്ട വികാരി ജനറലായിട്ട് 1997 അവിടേക്ക് പോയി. എങ്കിലും വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് 2000 വരെ സെമിനാരിയിൽ ബൈബിൾ പഠിപ്പിച്ചു. ഞാൻ വികാരി ജനറലായിരിക്കുമ്പോഴാണ് നമ്മുടെ 1999 2000 വർഷം ത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ബൈബിൾ കൺവെൻഷൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കൺവെൻഷൻ നടത്താനായിട്ട് തീരുമാനമെടുത്തു. ആ കൺവെൻഷൻ്റെ 25 വർഷം ഈ വർഷമാണ് അവരാഘോഷിച്ചു. പക്ഷേ അത് തുടക്കം കുറിച്ചത് ഞാനാണ്. അപ്പോൾ അന്ന് ഈ പറഞ്ഞതുപോലെ അതിൻ്റെ ഒരു മോട്ടോ ആയിട്ട് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും വേണ്ടിയാണ് എന്നുള്ള ആ ആശയം കൊടുത്ത്, പിന്നെ ആ കൺവെൻഷൻ്റെ നടത്തിപ്പിൻ്റെ ചാർജ് എനിക്കായിരുന്നു. എല്ലാ വർഷവും ആ കൺവെൻഷൻ നന്നായിട്ട് നടത്തുമായിരുന്നു. അപ്പോൾ അത് ആ രീതിയിൽ പിന്നെ ഞാൻ എല്ലാ രൂപതകളിലും തന്നെ പ്രായോഗികമായിട്ട് അച്ഛന്മാരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. കാരണം വൈദികർ നന്നായെങ്കിലേ ജനം നന്നാവുകയുള്ളൂ. അതുകൊണ്ട് വൈദികരെ ധ്യാനിപ്പിക്കാൻ മിക്കവാറും എല്ലാ രൂപതകളിലും വൈദികരുടെ ധ്യാനം നടത്തിയിട്ടുണ്ട്. പിന്നെ ബൈബിൾ സംബന്ധമായിട്ടുള്ള ഈ ഗ്രന്ഥങ്ങൾ രചിക്കുക, അത് തുടർച്ചയായിട്ടിങ്ങനെ രചിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഏകദേശം 60-ൽ പരം ഗ്രന്ഥങ്ങൾ രചിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പാലായിൽ 25 വർഷം തുടർച്ചയായിട്ട് കൺവെൻഷനെ ഞാൻ പ്രസംഗിച്ചു. പാലാ രൂപതയിൽ അവിടെ സെൻറ്റ് തോമസ് കോളേജിൻ്റെ അടുത്തുള്ള ആ ഗ്രൗണ്ടിൽ നടത്തിയിരുന്നത്.
പിന്നെ അതുപോലെ മണിമല 40 വർഷം മണിമല കൺവെൻഷന് ഞാൻ പ്രസംഗിക്കാൻ പോകുമായിരുന്നു. അപ്പം അങ്ങനെ കൺവെൻഷനിലൂടെയും ധ്യാന പ്രസംഗങ്ങളിലൂടെയുമൊക്കെ വചനം കൊടുക്കാനായിട്ട് ഒത്തിരി അവസരങ്ങൾ ലഭിച്ചു. ഞങ്ങൾ കുടുംബത്തിലെ മൂത്ത പുത്രനായിരുന്നു ഞാൻ. അപ്പം അതുകൊണ്ട് പ്രാർത്ഥനയെ ചൊല്ലുമ്പോൾ പ്രാർത്ഥനയുടെ കൂടെ അന്ന് 33 കൂട്ടം നമസ്കാരം ചൊല്ലുമായിരുന്നു. അപ്പോൾ അത് ഞാനാണ് അതിന് നേതൃത്വം കൊടുത്തിരുന്നത്, ഞാൻ മൂത്ത പുത്രനായതുകൊണ്ട്. അപ്പം എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ ലൂയിസ് വെള്ളാനിക്കലച്ചനാണ്. അപ്പോൾ ഞാൻ ലോഹയിട്ട് എന്നെ കണ്ടിട്ടുള്ളൂ ലൂയിസ്. അദ്ദേഹം ഇപ്പം അർപ്പക്കരയിൽ ചെറുപുഷ്പം പള്ളിയിൽ വികാരിയായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ ഇടയ്ക്കുള്ള സഹോദരന്മാർ, ഒരു സഹോദരിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ സഹോദരി കർമ്മലീത്ത സഹോദരിയായിരുന്നു മഠത്തിൽ. ആ സഹോദരി മരിച്ചുപോയി. പിന്നെ മറ്റു സഹോദരന്മാരിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം ഇപ്പോൾ റോമിൽ താമസിക്കുന്നു. റോമിൽ വിവാഹം ചെയ്ത് കുടുംബത്തോടു കൂടി റോമിൽ താമസിക്കുകയാണ്. അങ്ങനെ ഞങ്ങളിപ്പം 3 പേരേ ഉള്ളൂ.